ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ അഭി പറയാണ്, ഒട്ടും പക്വതയില്ലാത്തവനാ അനി. അവനെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവനെങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവനോട് അവൻ്റെ അമ്മ പറയാണ്, നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, എല്ലാം അവന് കൊടുക്കാൻ പോവുമല്ലേ, എനിക്കേറി വരുന്ന പെണ്ണിനെ ഏൽപ്പിക്കും പല ബ്രാഞ്ചുകളും. അവസാനേ നീ തൊഴിലാളിയായിട്ട് ജീവിച്ചു മരിക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്ത് നീ ഇരിക്കുമെന്ന സ്വപ്നം കണ്ട് നടന്നവളാ ഞാൻ. അതേ, ഇനി വെള്ളത്തിൽ വരച്ച വരയാണ്. ഒരിക്കലും അത് നടക്കത്തില്ല. അമ്മ അങ്ങനെയൊന്നും പറയല്ല അമ്മേ. എൻ്റെയും സമയം വരും. ഞാൻ ചത്ത് മേലോട്ട് പോകുമ്പോഴായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ആദർശ് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നാനയുടെ അമ്മ പറയാണ്, ഇത് കുറച്ച് മുല്ലപ്പൂവാ, മോൻ മുറിക്കകത്ത് വെച്ചേ. മുറിക്കകത്ത് നല്ല സുഗന്ധം പരക്കട്ടെ. ഇതമ്മയ്ക്ക് നാനയുടെ കയ്യിൽ കൊടുത്തുകൂടായിരുന്നോ? കൊടുക്കാനായിട്ട് പോയതാ, അപ്പോഴല്ലേ മോനെ കണ്ടത്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ തരുന്നതും ഒരുപോലെയല്ലേ. എന്ന് പറഞ്ഞ് അവനിക്ക് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഇടയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് മോൻ നാനമോൾക്ക് കൊടുക്കേണ്ടതാ. അതൊക്കെ പെണ്ണുങ്ങൾക്കൊരു സന്തോഷമല്ലേ. നാനയുടെ അമ്മ കൊഞ്ചിക്കൊഴഞ്ഞ് പറയണം അവനോട്. ഞാൻ പുറത്ത് പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതൊന്നും പോരാ മോനെ, ഇടയ്ക്ക് വീട്ടിലും വാങ്ങിച്ചു കൊടുക്കണം. നാന മോൾക്കത് വലിയ സന്തോഷമായിരിക്കും. ഇത്രയൊക്കെ സന്തോഷം കൊടുത്താൽ പോരെ, ഇപ്പം തന്നെ കുറച്ച് കൂടുതലാ. അമ്മ അപ്പോൾ ചെറുതായിട്ട് പറയാണ്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. അപ്പോൾ ആദർശ് ചോദിക്കാണ്, അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മുറ്റം നിറയെ മുല്ലപ്പൂക്കളാ, അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുഗന്ധമുണ്ട്. അത് മുറിക്കകത്തുകൂടി കിട്ടട്ടെ എന്ന് കരുതിയ അമ്മ ഇത് പറിച്ചുകൊണ്ട് വന്നത്. താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോയി. ആദർശ് റൂമിൽ കയറി കഥ കടച്ച് എന്നിട്ട് ഈ മുല്ലപ്പൂ കയ്യിൽ പിടിച്ചിട്ട് ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ എവിടെ വെക്കും? അവസാനം തലയണിൻ്റെ അടിയിൽ വെച്ച് ആ കവറോടെ പൊതിഞ്ഞിട്ട്. അപ്പോഴേക്കും നയന വന്നു. എന്നിട്ട് പറയാണ്, അല്ല, ഈ മുറിയിലെ മുല്ലപ്പൂവിൻ്റെ നല്ല മണമുണ്ടല്ലോ. അപ്പോൾ ആദർശ് കളിയാക്കി, അത് മുല്ലപ്പൂവിൻ്റെ ആയിരിക്കില്ല, ചിലപ്പോൾ പാലപ്പൂവിൻ്റെ ആയിരിക്കും. ഈ മുറിയിൽ യക്ഷിയേരിയെന്നാണ് തോന്നുന്നത്. അത് ശരി, അപ്പോൾ ഞാനല്ലാത്ത മറ്റു പെൺകുട്ടികളും ഈ മുറിയിൽ കയറിയിട്ടുണ്ട് അല്ലേ? എങ്കിൽ മറ്റൊരു പെൺകുട്ടി എന്ന് ഞാൻ പറഞ്ഞേനെ. ഫോറിൻ കസ്റ്റമർ ഒരു ഡിസൈൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ രക്ഷിക്കാൻ ഈ യക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് സൈഡിൽ മൂർത്തി ജ്വല്ലറിൻ്റെ വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള മോഡലിൽ ധരിച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സേ ഈ ഞാൻ ഡിസൈൻ ചെയ്തതാ. എന്നാലേ പകരം ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഫ്ലെക്സ് വെക്കാം. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വലിയ ഫ്ലെക്സ്. തലക്കനം അംഗീകരിക്കാനുള്ള മറുപടി എൻ്റെ ഭർത്താവിൻ്റെ കൂടെപ്പുറപ്പാ. അതുകൊണ്ട് ഇതിനപ്പുറം ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം നന്ദി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാ. നീ ആ ഫ്ലെക്സിൽ കണ്ടതിനേക്കാൾ നല്ലൊരു നെക്ലേസാണ് ഞാൻ നിനക്ക് തന്നത്. പക്ഷേ നീ അത് ഒരു ദിവസം പോലും തികച്ചു ഇട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഞാൻ നിനക്ക് തരുന്ന സമ്മാനത്തിൽ നിനക്കുള്ള പുച്ഛം. അതേതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ടാൽ മതിയെന്ന് ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? മുത്തശ്ശനും മുത്തശ്ശിയും അത് തന്നെയാണ് പറഞ്ഞത്. സ്വർണത്തോടെ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അത് ആദർശേട്ടനും അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ആ നെക്ലേസ് ഊരി വെച്ചത്. അല്ല, നന്ദിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാണിക്കേണ്ട നന്ദിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. തരേണ്ട സ്നേഹമോ? പത്തരമാറ്റ് സ്നേഹമൊന്നും വേണ്ട. അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശം എനിക്ക് തന്നൂടെ? അതൊഴിച്ച് എന്ത് വേണമെങ്കിലും തരാം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ചിലരൊക്കെ യോഗ്യരാ, അതെല്ലാവരുമില്ല. അപ്പോൾ അവൾ പറയാണ്, സ്നേഹിക്കപ്പെടാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ട യോഗ്യത എന്തൊക്കെയാ? അവൾക്ക് അഹങ്കാരം പാടില്ല, പിന്നെ ആത്മപ്രശംസയും നിർത്താൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കുണ്ട് അല്ലേ? ഞാൻ പൊങ്ങച്ച നടിച്ച് നടന്നോളാം. അവനും കിടന്നു. എന്നിട്ട് പറയാണ്, അതേ, നിനക്കേ ഞാനെന്നുള്ളൊരു ഭാവമുണ്ട്. അതേ, ഏറ്റവും കൂടുതലുള്ള ആളാ ആദർശേട്ടൻ. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടാത്തത്. സത്യം പറഞ്ഞാൽ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു നല്ല തുക സാലറി വാങ്ങിക്കേണ്ടതാ. നീ ഡിസൈൻ ചെയ്ത് തരുന്നതിനാണോ? ഒരിക്കലും അല്ല. മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്ന നല്ലൊരു നടിയാണ് ഞാനിപ്പോൾ. അതിനുള്ള സാലറിയുടെ കാര്യമാണ് പറഞ്ഞത്.
നീ ചോദിച്ചോ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. അത്രത്തോളം സംസ്കാരം ഇല്ലാത്തവളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് ഈ അഭിനയത്തിന് എനിക്ക് കാശ് വേണ്ട. അതും പറഞ്ഞ് അവൾ അവൻ്റെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താ? ഒന്നുമില്ല. അങ്ങനെ രാവിലെ ആയപ്പോൾ നയന വന്ന് ഛർദ്ദിച്ചു. അപ്പോൾ പറയാണ്, എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോൾ അവർ അത് തടയി കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവൻ്റെ അമ്മ വന്ന് ചോദിക്കുകയാണ്, എന്താണ് അവൾക്ക് പറ്റിയത്? ഓ ഒന്നുമില്ല, അത് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾക്കൊക്കെ പറ്റിയത് തന്നെയാണ്. ആദർശ് മോൻ്റെ അമ്മയെ ഒരമ്മമ്മയാകാൻ പോവാ. പിണക്കം നടിച്ച് നടന്നിട്ട് രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെന്ന് തെളിയിച്ചു കേട്ടോ ആദർശ് മോനെ. നയനയ്ക്കും നയനൻ്റെ അമ്മയ്ക്കും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അമ്മയ്ക്കും അത്ര വലിയൊരു സന്തോഷമില്ല. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, അവൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെതായിരിക്കും. അപ്പം നയനയുടെ അമ്മ പറയാണ്, പിന്നെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആദർശ് മോനൊരു അച്ഛനാവാൻ പോവാ. നയനയുടെ അമ്മ ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടതാണ്. എന്നിട്ട് ചിരിച്ച് മരിക്കുകയാണ്. അപ്പോൾ കൂടെ കിടന്നിട്ടുള്ള അവർ പറയാണ്, മിണ്ടാതിരിക്കടേ അവിടെ. എന്നിട്ടും അവർ അനങ്ങുന്നില്ല. ചിരിയോട് ചിരിയാണ് അവർ. ഉറക്കത്തിൽ തന്നെയാണ് ഉള്ളതുപോലെയാണ് ചിരിക്കുന്നത്. എന്താടി നീ പറയുന്നത്? ഞാനൊരു നല്ല സ്വപ്നം കാണുകയായിരുന്നു. അത് മൊത്തം കാണാനും സമ്മതിച്ചില്ല. സ്വപ്നം കണ്ടതേ നടക്കൂ. സ്വപ്നം കണ്ടതുപോലെ ജീവിതത്തിൽ നടക്കൂല. അതേ, ഞങ്ങളൊക്കെ പാവങ്ങളാ. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ കൂടെ കിടന്നിരുന്ന അബിയുടെ അമ്മ, അതായത് അപ്പച്ചി, അവർ പറയാണ്, അല്ല നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? വെറുതെ എൻ്റെ മൂത്ത മോളുടെ അമ്മയുടെ മുഖം കാണാൻ. നീ എന്നെ കളിയാക്കുവാ? ഏയ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ അപ്പച്ചി പറയാണ്, രാത്രിയിൽ മനുഷ്യന്മാരെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്നിട്ട് ഓരോരോ നടക്കാത്ത സ്വപ്നങ്ങളും കാണും. ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയട്ടെ. അതായത് ഈ വീട്ടിലൊരു വിഷപ്പാമ്പുണ്ട്. പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന ഒരു പാമ്പ്. അതിനെ ഈ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. മിക്കവാറും അത് സംഭവിക്കും. നിന്നെ എല്ലാവരും കൂടി ഇവിടുന്ന് തല്ലി ഓടിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ മക്കളുടെയും കാര്യം നോക്കണമെന്നാ മൂർത്തി സാറും അമ്മയും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതും പറഞ്ഞ് അവരവിടെ കിടന്നു. അതിനുശേഷം അപ്പച്ചി പറയാണ്, നാശം, ഉറങ്ങാനും സമ്മതിക്കില്ല. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി പറയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ? ഈ സമയത്ത് വിളിക്കണോ? വിളിക്കാതിരുന്നാലും എനിക്ക് ഉറക്കം വരില്ല. അവൻ ഫോണെടുത്ത് നന്ദുവിനെ വിളിച്ചു. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടില്ല. അവളപ്പോൾ തന്നെ ഫോണെടുത്തു. ഹലോ, നന്ദു, എന്താ നീ ഈ സമയത്ത് വിളിച്ചേ? അത് നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. എന്തിനാ എൻ്റെ ശബ്ദം കേൾക്കുന്നേ? എനിക്ക് വിളിക്കാൻ വേറൊരാളുണ്ടല്ലോ ഇപ്പോൾ. എനിക്ക് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുമോ? അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് പറയണം. ശേഷം പറഞ്ഞ് ഹലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സമയത്തുള്ള സംസാരം വേണ്ട, അത് ശരിയല്ല. അല്ല അത് പിന്നെ. അപ്പോഴേക്കും അവൾ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും ഉറങ്ങുന്ന ഇതാണ്. അപ്പോൾ ആദർശ് ഉറങ്ങിയിട്ടില്ല, നയന ഉറങ്ങി. അപ്പോൾ ആ സമയത്ത് ആദർശ് ചിന്തിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇവള് പാവാണ്, പക്ഷേങ്കിൽ തലക്കനം കുറച്ച് കൂടുതലാണ്. എങ്കിലും ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത് ഇവളല്ലേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടാകുമോ? അവൻ അതും പറഞ്ഞ് മെല്ലെ അവളെ തൊടാൻ വേണ്ടി അടുത്ത് കൈയെത്തുകയാണ്. അപ്പോഴേക്കും ആദർശ് യുവർ സെൽഫ് എന്നുള്ള ആ ശബ്ദം കേൾക്കുന്നു. അപ്പോഴേക്കും കൈമാറ്റി. പാടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും പാടില്ല. അവൻ വേറൊരു ആദർശിനെ കാണുകയാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് എന്നിട്ട് പറയാണ്, എന്താടാ ഇത്? നിൻ്റെ ഭാര്യയല്ലേ അത്? എന്നിട്ട് നീ അതിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിൻ്റെ സ്വഭാവേ ഭയങ്കര മോശം. ചില സമയത്ത് നിനക്ക് ഭാര്യയോട് സ്നേഹം, മറ്റൊരു ചില സമയത്ത് നിനക്ക് ഭാര്യയോട് വെറുപ്പ്. അത് അമ്മയ്ക്ക് വേണ്ടിയാണെന്നാണ് നീ പറയുന്നത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട നാൾ മുതൽ ഞാനെന്ന ഭാവം നിൻ്റെ ഉള്ളിലുണ്ട്. നീയും ഇവളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നീ ഒന്ന് ഓർത്തു നോക്കിയേ. അവൻ അത് ഓർത്തു. അപ്പം തന്നെ അവളുടെ അടിമുഖത്ത് കിട്ടുന്ന ആ സീനാണ് കാണിക്കുന്നത്. അതേ ഇപ്പോഴും നിൻ്റെ മനസ്സിൽ കിടക്കുക. നിൻ്റെ മനസ്സൊന്ന് കീറി മുറിച്ചാൽ ഈ കിടക്കുന്നവളുണ്ടല്ലോ, നിൻ്റെ മനസ്സ് നിറച്ചും ഭയങ്കര സ്നേഹ. അതുകൊണ്ടാണ് നിനക്ക് ഉറക്കം വരാത്തത്. താഴെ കിടന്ന അവൾക്ക് നീ ബെഡിലേക്ക് പ്രമോഷൻ കൊടുത്തില്ലേ? പിന്നെ എന്താടാ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തിയാൽ? നോ, ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല. ചീപ്പോ?
എടാ, ഈ കിടക്കുന്നത് ഒരു അന്യ പെൺകുട്ടിയൊന്നുമല്ല, നിന്റെ ഭാര്യ അവൾ. അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ എല്ലായിടത്തും നീ നിന്റെ മുത്തശ്ശനെ ഫോളോ ചെയ്യുന്ന ആളാ. പക്ഷേ ഒരിടത്ത് മാത്രം നീ നിന്റെ മുത്തശ്ശനെ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. എന്നും നിന്റെ മുത്തശ്ശൻ കൈവെള്ളയിലാടാ കൊണ്ടു നടക്കുന്നേ. ആ ഒരു കാര്യത്തിൽ മാത്രം നീ മുത്തശ്ശനെ അനുകരിക്കുന്നില്ല. നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നീ നിന്റെ അമ്മയെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്, അല്ലേ? എടാ, ബെഡ്റൂമിൽ ഭാര്യയോട് സ്നേഹം കാണിച്ചിട്ട് നീ പുറത്തമ്മയോട് സ്നേഹം കാണിച്ചോ? വെറുതെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എത്രയോ വീടുകളിൽ നടക്കുന്നുണ്ട്. നീ പിന്നെ വലിയ തലച്ചോറിലുള്ള ആളല്ലേ, പിന്നെന്താ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്? ഒരു ഡിസൈൻ വരയ്ക്കണമെങ്കിൽ കൂടി ഇതാ ഇവളുടെ സഹായം വേണം. അതുവഴി കോടികൾ കൊഴിയുന്നുമുണ്ട്. അതിന് ഞാൻ ഇവൾക്ക് നെക്ലേസ് വാങ്ങിക്കൊടുത്തില്ലേ? അത് വാങ്ങിക്കൊടുത്തപ്പോൾ ഇവൾ എന്താ പറഞ്ഞത്? എടാ, അവൾക്ക് അതൊന്നുമല്ല വേണ്ടത്. അതിനേക്കാൾ മൂല്യമുള്ള നിന്റെ സ്നേഹമാണ് വേണ്ടത്. ഈ ലോകത്തുള്ള ഏത് ഭാര്യമാർക്കും, സ്നേഹത്തോടെയുള്ള ഭാര്യമാർക്ക് ഒരു സാധനം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്നേഹത്തോടെ സ്വീകരിക്കണമെങ്കിൽ സ്നേഹമുള്ള ഭർത്താവായിരിക്കണം. അത് നീ ആദ്യം മനസ്സിലാക്കണം. എടാ, ഇവളുടെ മുമ്പിലൊന്ന് തോറ്റു കൊടുക്ക്. ആ തോൽവി ജീവിതത്തിൻ്റെ വിജയമായിരിക്കും. നിന്നെപ്പോലെ മുരടനായ ഒരു ഭർത്താവിന് കിട്ടിയൊരു ഭാഗ്യമാടാ ഇവള്. മുരടൻ നിന്റെ എന്നും പറഞ്ഞവൻ തലയാണിയെടുത്ത് അടിക്കുകയാണ്. അപ്പോൾ അടികൊണ്ടത് നേനക്കാണ്. നേന അയ്യോ എന്ന് നിലവിളിച്ചിട്ട് എണീറ്റു. എന്തായി കാണിക്കുന്നേ ആദർശേട്ടാ? അവളുടെ വായി പിടിച്ച് പൊത്തിവെക്കാണ്. അവൾ തട്ടി മാറ്റി കുതറിയിട്ട്. എന്തായി കാണിക്കുന്നേ? ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കും, പോലീസിലും കംപ്ലൈൻറ്റ് കൊടുക്കും. നീ എവിടെ വേണമെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തോ. നിനക്ക് അഭാവമുണ്ടോ? ഞാനെന്ന ഭാവം? ഓ, ഇടയ്ക്ക് ഞാനത് പറഞ്ഞായിരുന്നു. അതും ആലോചിച്ചുകൊണ്ട് കിടക്കായിരുന്നോ? അതേ ഉള്ളൂ. മൂർത്തീസ് ജ്വല്ലറിൻ്റെ MD ആയതുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാ എൻ്റെ ഭർത്താവ് നടക്കുന്നേ. പേരും പരസ്പരം ചിരിക്കുകയാണ് അതും പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് അവൻ ഓർക്കുന്നു. എടാ, ഭാര്യയുടെ മുമ്പിലൊന്ന് തോറ്റു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഈഗോയും കൊണ്ട് നടന്നാലേ ജീവിതം ഒരു പരാജയമായിരിക്കും. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അവൻ എണീറ്റു ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാനേ മുറി മാറിക്കിടക്കണോ? എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് ഞാൻ മുത്തശ്ശനോട് ചെന്ന് പറയട്ടെ? എന്തുകൊണ്ടാണ് കിടക്കാൻ പറ്റാത്തത് എന്ന് മുത്തശ്ശനോട് പോയിട്ട് പറ. അപ്പോൾ മുത്തശ്ശൻ എന്ത് പറയുമെന്ന് എനിക്കറിയണം. വീണ്ടും മറ്റവൻ, എടാ, നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതല്ലേ? അതിൻ്റെ സമയപരിധിയും നിശ്ചയിച്ചായിരുന്നല്ലോ. ദേ, അതൊക്കെ കടന്നു പോകാറായി. ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിൽ എന്തിനാടാ അമ്പലത്തിൽ തൊട്ടിൽ കെട്ടിയത്? ഇടക്കിടക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ആട്ടിക്കളിക്കാനോ? എടാ, മനുഷ്യനായാലേ കുറച്ചൊക്കെ അന്തസ് വേണേടാ. അന്തസ്? അതേ, എനിക്കിത്തിരി കുറവാ. ഇയാൾ ചെല്ല്. എന്നെക്കുറിച്ച് മോശമായിട്ട് ഇതുവരെ ഒരാളും സംസാരിച്ചിട്ടില്ല. അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് നീ നന്നായിട്ടൊരു കാര്യവുമില്ല. സ്വയം നന്നാവണം. എടാ, ഭാര്യയുടെ മനസ്സറിയാത്തവൻ ഒരാണാണോണ്ടാ? ഒരുമാതിരി എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചാലുണ്ടല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇത്രയുമൊക്കെ ആയപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യ്. അതേ, ഇപ്പം ആരോടാ സംസാരിച്ചേ? സംസാരിച്ചെന്നോ? അല്ല, ഉറക്കത്തിലാണെങ്കിൽ സ്വപ്നം കണ്ടോന്ന് വിചാരിക്കാം. ഇതിപ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതാരോടാ? ദേഷ്യം പിടിച്ച്. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയതാണോ? ആ, ആയിരിക്കും. എനിക്ക് കുറച്ച് തോന്നൽ കൂടുതലാ. അതുകൊണ്ട് പലപ്പോഴും വേണ്ടാത്തതൊക്കെ തോന്നും. അല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ? ഫസ്റ്റ് നൈറ്റോ? അല്ല, ബെഡിലിങ്ങനെ മുല്ലപ്പൂക്കെ വിതറിയതുകൊണ്ട് ചോദിച്ചതാ. അത് മുറിക്കകത്ത് നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഇട്ടതാ. എന്നിട്ട് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ മുല്ലപ്പൂവല്ല പാലപ്പൂവാണെന്നും മുറിക്കകത്ത് യക്ഷി കയറി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എനിക്ക് തരാൻ കൊണ്ടുവന്നതാണെങ്കിൽ എനിക്കിങ്ങ് തന്നാമായിരുന്നല്ലോ. ഇവിടെ വെറുതെ ഇങ്ങനെ വിതറിയത് എന്തിനാ? എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ, സോറി. അതിനെന്തിനാ ഇപ്പോൾ സോറി പറയുന്നേ? മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ? എന്നും മുല്ലപ്പൂവായിട്ട് പോര്. ഭാര്യയ്ക്ക് സുഗന്ധം ഇല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടട്ടെ. ഇവളുടെ ഗന്ധം ഈ മുറിയിൽ വേണമെന്ന് എനിക്ക് തോന്നി തുടങ്ങുന്നുണ്ടോ? അവൻ അവളെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവൾ ഉറങ്ങുകയാണ്. അപ്പോഴേക്കും അവൾ നോക്കുന്ന സമയത്ത് തന്നെ അവൾ കണ്ണു തുറക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭർത്താവിനെ. ഉള്ളിൽ സ്നേഹമുണ്ടെന്നറിയാം, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ആ പ്രകടനം നേരിട്ട് അനുഭവിക്കുന്നത് വരെ ഞാനുണ്ടാവോ ഈ മുറിയിൽ? അതും പറഞ്ഞ് അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ കണ്ണ് ചിമ്മിപ്പോയി. അവൻ ഉറക്കിലേക്ക് പോയി.
അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.